ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ചിക്കൂസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഓഫ് ചിക്കൂസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വിഷുവിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പടക്കങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. മൊത്തം 2000 രൂപയുടെ പടക്കങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇന്നും പകുതി വിഷുവിൻ്റെ തലേദിവസം ഇന്ന് ഇപ്പോൾ പകുതി പൊട്ടിക്കാനും നാളെ ഒരുവിധം പൊട്ടിക്കാനും ഇന്ന് കുറച്ച് പൊട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വിഷുവിൻ്റെ തലേദിവസത്തെ കുറച്ച് പരിപാടികൾ വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോ ആയിട്ട് പോവാം. ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ അവിടുത്തെ വീടുകളിൽ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കണം കേട്ടോ. ഇവിടുത്തെ പറമ്പാണ്, ഇവിടെ വീടൊന്നുമില്ല. ആ ലൈറ്റ് കത്തുന്ന വീട് കൂടി ഇവിടെ ഭംഗിയുള്ള വീട് എന്ന് പറഞ്ഞാൽ ആ വീട് മാത്രം പുതിയത് പണിതത്. അവിടെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേട്ടു. പിന്നെ ഈ ഭാഗത്തൊക്കെ കേൾക്കിട്ടതുകൊണ്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പൊട്ടിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, ഒരു വെറൈറ്റി ചൊറിയുമ്പോഴും കണ്ട, ഇതുവരെയായിട്ട് കാണാത്ത ചൊറിയുമ്പോഴാണ് കേട്ടോ. ഞാനിത് ഇങ്ങനത്തെ ചൊറിയുമ്പോഴാണ് ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. കുറച്ച് തൂവലും ഫെതേഴ്സൊക്കെ ഉള്ളത്. സാധാരണ ഇതൊന്നും തൂവലൊന്നും ഇല്ലാത്ത കണ്ടത്. ഇത് വേറെ രീതിയുള്ളത്. അപ്പം ഞങ്ങളുടെ അടുത്ത് ലക്ഷ്മിയാണ് പൊട്ടിക്കേണ്ടത്. പേപ്പർ പൊട്ടിക്കുമ്പോൾ പേപ്പർ പോലെ പറക്കും. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞങ്ങൾ തലച്ചക്രമാണ് പൊട്ടിക്കേണ്ടത്. ഇനി അടുത്തത് മാലപ്പടക്കാണ് കേട്ടോ പൊട്ടിക്കുന്നത്. നല്ല സൗണ്ട് വരും തോന്നുന്നുണ്ട്. മാലപ്പടക്കം പൊട്ടിക്കാൻ പോവാണ്. അപ്പൊ തിരി കൊളുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കത്തും. തലച്ചക്കറാണ് ഗൈസ്, അടിപൊളിയായിട്ട് പൊട്ടുണ്ട്. ഇനി അടുത്തത് ഞങ്ങൾ തലച്ചക്കറാണ് കേട്ടോ പൊട്ടിക്കുന്നത്. സത്യം പറഞ്ഞതിൽ ലക്ഷ്മിയാണ് ചതിച്ചത് കേട്ടോ. തലച്ചക്കരം കത്തിക്കുക. അപ്പോൾ ഒരുവിധം പടക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി ഒരുവിധം ഉണ്ട്. ഇനി ഈ പെട്ടിയിലും ഈ മാല പടക്കം കുറേ ഉണ്ട് കേട്ടോ. ഇനി ബാക്കി കുറേ ഉണ്ട്. നാളെ പൊട്ടിക്കാനാണ്. ഇന്ന് കുറച്ച് പൊട്ടിക്കണം. ലക്ഷ്മി സത്യം പറഞ്ഞാൽ 2-3 ബാഗ് ഇനി ഒരുക്കുന്നുണ്ട്. ഞങ്ങൾ പേപ്പർ വെച്ച് പൊട്ടിച്ചപ്പോഴാണ് ഒന്ന് പൊട്ടിയത് വരേക്ക്. അപ്പോൾ ഞങ്ങൾ ലക്ഷ്മി പേപ്പറിൽ വെച്ചൊന്ന് പൊട്ടിക്കാൻ പോവാണ്. ലക്ഷ്മി പൊട്ടില്ലേ ഗൈസ്, നമ്മളെ വീണ്ടും ചതിച്ചു. വൻ ചതിയാണ്. ലക്ഷ്മി ഒന്നും പൊട്ടില്ല. ലക്ഷ്മി എന്ന് വെച്ചാൽ ഫ്രോഡാണ്, ഫുൾ ഫ്രോഡ്. ഒന്നും പൊട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഫുള്ള് പൊട്ടാതെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ് ആ കൂടി പൊട്ടാതെ. ലക്ഷ്മി 250 രൂപയാണ് മേടിച്ച് വാങ്ങിച്ചത് കേട്ടോ. 5-10 പാക്കറ്റ്. പക്ഷെ മൊത്തം പൈസ പോയി ഫുള്ള്. പിന്നെ മാലപ്പടക്കം കൊണ്ടും മേശപ്പൂവും മത്താപ്പൊക്കെ പൊട്ടുണ്ട് പിന്നെയും. പിന്നെ നമുക്കിവിടെ സ്ഥലം കുറവാണ്. അതാണ് വലിയ പ്രശ്നമായത്. എൻ്റെ സ്ഥലം തീരെ കുറവാണ്.
ഫുള്ള് ഇവിടെ പടക്കത്തിൻ്റെ പൊട്ടിയതൊക്കെ ചിലതൊക്കെ കത്താണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും രാത്രി പൊട്ടുന്ന തോന്നുന്നുണ്ട്. ചിലപ്പോൾ മിക്കവാറും രാത്രി കിടക്കുമ്പോഴോ മിക്കവാറും പൊട്ടുക, അങ്ങനെ സാധ്യതയില്ല പ്രാവശ്യം. ഇപ്പം ഞങ്ങൾ വീണ്ടും ലക്ഷ്മിയാണ് കേട്ടോ കത്തിക്കാൻ പോകുന്നത് പേപ്പറിൽ വെച്ചിട്ട്. നേരത്തെ ഒന്നുകൂടിയും ട്രൈ ചെയ്യാണ്. ലക്ഷ്മിയുടെ മേത്ത് മറ്റേ മത്താപ്പ് വെച്ചിട്ടുണ്ടോ ചെയ്യുന്നത്. ഇപ്പൊ വീണ്ടും പൊട്ടിയില്ലേ ഫ്രണ്ട്സ്, നമ്മൾ മത്താപ്പിന് മേളിലൊരു വീണ്ടും ചെയ്തു, വീണ്ടും പൊട്ടിയില്ല. അപ്പൊ ലക്ഷ്മി ഫുൾ ഫ്രോഡാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പൊട്ടിയിട്ടും ഒരെണ്ണം പോലെ പൊട്ടാതെ ലക്ഷ്മിയാണ് കേട്ടോ. ഒരെണ്ണം പോലെ പൊട്ടിയില്ല. ഒരെണ്ണം ആദ്യം പൊട്ടി നമ്മുടെ പേപ്പറിൽ വെച്ചിട്ട്, പിന്നെ ഒരെണ്ണം പോലെ പൊട്ടിയിട്ടില്ല. ജസ്റ്റ് തിരി കാണും. നമ്മൾ തിരി കത്തിക്കുമ്പോൾ ഒന്നാവില്ല, ചെറിയ തിരിയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഫൈനലായിട്ട് ഞങ്ങൾ ലാസ്റ്റായിട്ട് പൊട്ടിക്കണം കേട്ടോ. ബാക്കി ഇനി മൊത്തം നാളെയാണ്. ഞങ്ങൾ ലാസ്റ്റ് ഒരു മാലപ്പടക്കും ഒരു ഗുണ്ടുമാണ് ലാസ്റ്റ് പൊട്ടിക്കേണ്ടത് കേട്ടോ. ഇനി മൊത്തം ഫുൾ നാളെയാണ് പൊട്ടിക്കുന്നത്. നാളെയാണ് നമ്മുടെ മെയിൻ വിഷു അല്ലേ നമ്മുടെ നാളെ. അപ്പം ഇന്നത്തോടെ കൂടി നമ്മുടെ ഇന്നത്തെ വിഷുവിൻ്റെ തലേദിവസത്തെ പടക്ക ആഘോഷം നിർത്തിയിരിക്കുന്നു. ബാക്കി നാളെയാണ് കേട്ടോ. നാളെ ഈ സമയം സെയിം സമയത്ത്. ഇപ്പോൾ നമ്മൾ മാലപ്പടക്കാണ് കേട്ടോ പൊട്ടിക്കുന്നത്. ഇപ്പോൾ പൊട്ടും ഗൈസ്, നിങ്ങൾ കാത്തിരിക്കുക, വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ ഫ്രണ്ട്സ് ഇതോടുകൂടി നമ്മുടെ വിഷുവിൻ്റെ തലേദിവസത്തെ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. വിഷുവിൻ്റെ തലേദിവസത്തെ പടക്കം പൊട്ടിക്കൽ ഇന്നത്തോട് അവസാനിക്കുന്നു. ഇന്നത്തെ നാളെയാണ് കേട്ടോ പൊട്ടിക്കേണ്ടത്. ശരിക്കും ഒരുവിധം നമ്മൾ പൊട്ടിച്ചു. ലക്ഷ്മിയാണ് നമ്മൾ ചതിച്ചത്, ഒന്നും പൊട്ടിയില്ല മര്യാദയ്ക്ക് മെയിനായിട്ട്. ഇനി ഞങ്ങൾ ബാക്കി ഫുൾ കുറേ ഉണ്ട്. ഞങ്ങൾ നാളെ ഉണ്ട് വിഷുവിൻ്റെ അന്ന് ഈ സെയിം സമയത്താണ് കേട്ടോ പൊട്ടിക്കേണ്ടത്. ഈ മൊത്തം പൊട്ടിയിട്ട് നല്ല സ്മെല്ലും പുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ സമയം കറക്റ്റ് 12 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു ഒരുവിധം ഇന്ന് പൊട്ടിച്ചു. ഇനി ബാക്കിയൊക്കെ നാളെ പൊട്ടിക്കണം. നാളേക്ക് കുറേ ഉണ്ട് കേട്ടോ, വെറൈറ്റി വ്യത്യസ്ത പടക്കങ്ങളുണ്ട്. നാളേക്ക് നമ്മുടെ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് നമ്മൾ ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ ഒരു തലേദിവസമല്ലേ കുറച്ചൊക്കെ പൊട്ടിച്ചു. പിന്നെ വിഷുക്കണി കുറച്ച് വെച്ചു, അതിൻ്റെ യൂട്യൂബ് ഷോർട്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിഷുവിൻ്റെ തലേദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ മറിച്ചിട്ട് ഓടമർത്തുക. നല്ല നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയ്ക്ക് നമ്മുടെ വീഡിയോ. ബൈ.